രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ എടുത്ത നിലപാട് ശ്ലാഘനീയമാണോ? ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളൊക്കെ പറയുന്നു കോൺഗ്രസ് വഴികാട്ടി മാതൃകയാണ്, ഇതൊരാരോപണം കേട്ട ഉടൻ തന്നെ നടപടിയെടുത്തു എന്നൊക്കെ. അല്പം വൈകിപ്പോയി, നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള, ദേശാഭിമാനി പോലെയുള്ളവരുമുണ്ട്. വാസ്തവത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അതാണോ? അല്ല എന്നതാണ് വാസ്തവം. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റി, വീഴ്ച പറ്റി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കുന്നു. എന്നാൽ ആ തെറ്റിന് തക്കതായ ശിക്ഷയാണ് മാങ്കൂട്ടത്തിന് കൊടുക്കേണ്ടിയിരുന്നത്. പകരം വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ വികാരം. രാഹുലിനെതിരെ ആരോപണമുണ്ടായപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. ആ സമയത്ത് സസ്പെൻഷൻ പാടില്ലായിരുന്നു. രാഹുലിനെതിരെ കേസെടുത്തപ്പോൾ സസ്പെൻഡ് ചെയ്തതിൽ തെറ്റില്ല. നേരത്തെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കേസെടുത്തപ്പോൾ പുറത്താക്കേണ്ടി വന്നു. അല്ലെങ്കിൽ സസ്പെൻഷനിൽ നിർത്താമായിരുന്നു. രാഹുലിൻ്റെ ഭാഗം കേൾക്കാതെ ഇവരെടുത്ത നിലപാട് ഉചിതമല്ല. ഇപ്പോഴിതാ രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ, രാഹുലിന് ജാമ്യം ലഭിച്ചേക്കും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, രാഹുൽ വേട്ടയാടപ്പെടുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് നേതാക്കൾ എന്തു മറുപടി നൽകും? പിണറായി വിജയനെതിരെ അതിശക്തമായ നിലപാടെടുത്ത രാഹുൽ മാങ്കൂട്ടത്തെ വീഴ്ത്താൻ CPM നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എന്ന് നിലപാടെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല? രാഹുലിനെതിരെ മത്സരിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത് എന്ത് ധാർമ്മികതയുടെ പുറത്താണ്? സമാനമായ സാഹചര്യങ്ങൾ ഇതിനു മുമ്പുണ്ടായപ്പോൾ ഇങ്ങനെയൊരു നിലപാടാണോ കോൺഗ്രസ് പാർട്ടി എടുത്തത്? എന്തുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിയും M വിൻസെന്റും ഇപ്പോഴും കോൺഗ്രസിന്റെ MLA-മാരായി അതിന് നേതാക്കളായി തുടരുന്നത്? അവർ ബലാത്സംഗ കേസിൽ ജയിലിലായിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ല, പുറത്താക്കിയില്ല? CPM-ന്റെ നേതാക്കൾ ഒക്കെ തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് മാത്രം എന്തിന് രംഗത്തിറങ്ങി? രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി ടാർഗറ്റ് ചെയ്തപ്പോൾ ആ കെണിയിലേക്ക് എന്തിനാണ് കോൺഗ്രസ് പാർട്ടി വീണുകൊടുത്തത്? ഈ ചോദ്യം ഉയരുകയാണ് എല്ലായിടത്തും. അവർ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സരിതയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച് CBI കേസിൽ പോലും പ്രതികളായ നേതാക്കന്മാരല്ലേ ഇപ്പോഴും കോൺഗ്രസിനെ നയിക്കുന്നത്? KC വേണുഗോപാൽ പോലും സരിതയുടെ കേസിലെ പ്രതിയായിരുന്നില്ലേ? എന്നിട്ട് അവരാരെങ്കിലും രാജിവെച്ചോ? ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇപ്പോൾ കള്ളക്കണ്ണീരൊഴുക്കുന്നവർ എന്തുകൊണ്ടാണ് ഇതൊന്നും പരിഗണിക്കാത്തത്? കോൺഗ്രസ് പാർട്ടി നൽകുന്ന സന്ദേശം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുക, നിങ്ങളൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ ഞങ്ങൾ കൈവിടുമെന്നല്ലേ? വളരെ വൈകാരികമായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു ഗ്രൂപ്പിലിട്ട ചില സന്ദേശങ്ങൾ ആദ്യം കേൾപ്പിക്കാം. അതിനുശേഷം ഞാൻ പതിവായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം തേടുന്ന സ്റ്റാൻലി ജോസഫ് എന്ന തീക്കോയിക്കാരന്റെ സന്ദേശവും കേൾക്കാം. ഈ നമ്മുടെ രാഹുൽ ഈശ്വറല്ലോ, ആ പാവം ചെറുപ്പക്കാരൻ, അവൻ കാണിച്ചതിന്റെ പകുതിയിൽ ഒന്ന് ആത്മാർത്ഥത ഏതെങ്കിലും DCC പ്രസിഡന്റ് കാണിച്ചാൽ മതി. ഓട്ട പുല്ല്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആദർശം വേണ്ടി നിന്റെ രാഷ്ട്രീയം തുളഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഒറ്റ ഒരുത്തനെ ഇറങ്ങിയില്ലല്ലോ ഇതുപോലെ ഇറങ്ങാനായിട്ട്. കൂട്ടത്തിലുള്ള ഒരുത്തനെ ഇതുപോലെ വലിച്ചു കീറുമ്പോഴത്തേക്കും അതിനൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും മുന്നിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും. കൂട്ടത്തിൽ ഇവന്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കാരല്ലേ ഈ പറഞ്ഞ ആൾക്കാർ. അവനൊരു കൈയബദ്ധം പറ്റിപ്പോയി, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ ചെന്ന് പെട്ടുപോയി. അപ്പൊ അവന്റെ കൂടെ നിന്നില്ലെങ്കിൽ കൂടിയും പിന്നിൽ നിന്ന് കുത്തുന്ന കാണണം. ഇനിയിപ്പോ നിങ്ങൾ നോക്കൂ, നീ നോക്കിക്കോടാ, ഇവൻ രാഹുൽ അങ്ങോട്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇവൻ CPM-ലോ BJP-ലോ ചേരുവാണെങ്കിൽ ഇവന്മാർ അവനെ ഡീസന്റ് ആക്കും, അവനെ രക്തസാക്ഷിയാക്കും. എന്നിട്ട് ലാസ്റ്റ് ഇപ്പം ആരെങ്കിലും സോളാർ കേസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് CPM പറയുന്ന ന്യായീകരണം കേട്ടിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കേസല്ല, മറ്റേ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വഴക്കിന്റെ ഇരയായിരുന്നു അവർക്ക് ഉമ്മൻചാണ്ടി, അല്ലാതെ ഇവന്മാര് പറഞ്ഞുണ്ടാക്കിയ അല്ലെങ്കിൽ അച്യുതാനന്ദനോ പിണറായിയോ പറഞ്ഞുണ്ടാക്കിയ കേസല്ല, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഇരയാന്ന് അവന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവന്മാര് പറയും. ഓരോ സമയത്തും അവരവരുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ എന്ത് കാർഡ് ഇറക്കി കളിക്കുന്നു അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതിന് പകരം നമ്മളിപ്പോഴും 1930-40 നിൽക്കുക. അതൊക്കെ വെറുതെ കപടമായിട്ടുള്ള ആദർശമാണ്. പണ്ട് ഇങ്ങനൊരു ശല്യക്കാരാണ് സുധീരൻ. ആ നാറി ഒറ്റയെടുത്തിന് പാർട്ടിയെ ഇങ്ങനെയാക്കിയത്. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഈ ഉള്ള നാറികളെല്ലാം. നീ നോക്കിയോ, ഇനിയിപ്പോ കണ്ടോണം, അടുത്ത ഇമെയിൽ വരാൻ പോകുന്ന ഷാഫിക്കെതിരെയാണ്. ഉടനെ അവനെയും പുറത്താക്കി. അത് കഴിയുമ്പോഴത്തേക്കും PC വിശ്വനാഥൻ. ഇവന്മാരെ ഇത് നാശിപ്പിച്ച് പുറത്താക്കട്ടെ, എല്ലാത്തിനും പുറത്താക്കട്ടെ. എന്നിട്ട് ചെന്നിത്തല പ്രസിഡന്റും മറ്റവൻ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് മരിക്കട്ടെ നാറികളൊക്കെ. എങ്ങനെ പറയാതിരിക്കടാ, ഇത് ഇവന്മാര് നന്നാവില്ല. കാരണം ഇങ്ങനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അന്ന് സരിതയുടെ ആ 4 പേജ് കത്തുള്ള ആ കത്ത് വെച്ച് കേസെടുത്ത് പുറത്താക്കാനായിരുന്നെങ്കിൽ
കോൺഗ്രസിൽ നേതാക്കന്മാര് കാണത്തില്ലല്ലോ. ഒരുമാതിരിപ്പെട്ട കൊള്ളാവുന്ന ചെറുപ്പക്കാരെ മുഴുവൻ ആശുപത്രി കിടക്കുന്ന വയസ്സന്മാരെ വരെ പ്രതിയാക്കിയ ഒരു 4 പേജുള്ള എഴുത്തും കൊണ്ട് വന്നത്. അന്ന് തന്നെ പറ്റിയ ഈ പറഞ്ഞ മഹാന്മാരെല്ലാം എവിടെ പോയിരുന്നു? അന്ന് ഇവരുടെ എല്ലാവരുടെയും പേരുണ്ടായിരുന്നല്ലോ. KC വേണുഗോപാലിന്റെ അടക്കം പേരുണ്ടായിരുന്നല്ലോ. അന്ന് തന്നെ ഒന്നും മിണ്ടാഞ്ഞ്. ഇങ്ങനെ ഈ വല്ലവരും കൊടുക്കുന്ന ഇമെയിലും ഈ പറഞ്ഞ കംപ്ലൈന്റും വെച്ചിട്ട് പുറത്താക്കാനാണ് ഇതിന് സമയം കാണുള്ളൂ. നോക്കൂ, ഞാൻ പറഞ്ഞത് അടുത്ത 2 ദിവസത്തിനുള്ളിൽ പുതിയ ഷാഫി പറമ്പലിനെതിരെ, PC വിഷ്ണുനാഥിനെതിരെ ഉള്ള ചെറുപ്പക്കാരുടെ മുഴുവൻ പേരിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കണം. ഇമെയിൽ അയക്കുക, ഉടനെ എന്നെ പിടിച്ച് പുറത്താക്കട്ടെ. ഇവന്മാർ എന്നാ കാണിക്കുന്നില്ലല്ലോ, അന്നേരം ഇവർ പഠിക്കുള്ളൂ. നാറികളൊക്കെ എത്ര കണ്ടാലും പഠിക്കില്ല. ഇവന്മാർക്കൊക്കെ എങ്ങനെയെങ്കിലും ആരെ കുത്തിക്കൊന്നിട്ടാണെങ്കിലും മേളിലോട്ട് കയറി പോകണം. ഇതേ ഉള്ളൂ. ആ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരോട് പറയണം ഇതൊക്കെ. നമ്മളീ പറഞ്ഞ് നമ്മുടെ രോഷം പ്രകടിപ്പിക്കാന്നുള്ളതാണ്. കോൺഗ്രസുകാർക്കൊന്നും എന്നാണെന്ന് യാതൊരു താല്പര്യവും. കാര്യോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ശരിക്കും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കുള്ള മുന്നറിയിപ്പാണ്. അവരുടെ അടികൊള്ളുന്നതും പോലീസിന്റെ ലാത്തിചാർജും എല്ലാം മേടിച്ച് ഈ നേതാക്കൾക്ക് വേണ്ടിയിട്ട്, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്നു. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കില്ല എന്ന് പാർട്ടി ഊന്നി പറയുകയാണ്. അത് ഈ വിഷയമായിക്കോട്ടെ, നാളെ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും പാർട്ടി കൂടെ കാണില്ല. എന്തെങ്കിലും മദ്യപിക്കുകയോ, കാരണം ഇത് പള്ളിയിലച്ചന്മാരുടെ പാർട്ടിയല്ലല്ലോ, സാധാരണ ജനങ്ങളുടെ പാർട്ടിയാണ്. സാധാരണ ജനങ്ങളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും അടികൊള്ളുന്നതും. പള്ളിയച്ചന്മാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ, കുഞ്ഞാടുകൾ മാത്രമല്ലല്ലോ ഇതിന്റെ ഉള്ളത്. സ്വാഭാവികമായിട്ട് അവർക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരു രീതിയിലും പാർട്ടി സപ്പോർട്ട് ചെയ്തില്ല. പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഓടി വന്ന് നിങ്ങളെ തള്ളിപ്പറയുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അതൊരു നല്ല മെസ്സേജാണ്. തലയ്ക്ക് വെളിവുള്ള ബോധമുള്ള ഏതെങ്കിലും അണികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് കരുതി നോളുക. അവർക്ക് ഈ നാറികൾക്കൊക്കെ വേണ്ടി ജയ് വിളിക്കാനും തല്ലുമേടിക്കാനും മാത്രമാണ് അവന്റെയൊക്കെ യോഗം എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും നേട്ടം ഉണ്ടായാൽ അത് പാർട്ടിക്കും ആ നേതാക്കൾക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടിയും ഒരു പന്നിയും കൂടെ നിൽക്കില്ല. അവിടെയാണ് CPM-ഉം ഈ പാർട്ടികളുടെ വ്യത്യാസം. CPM എന്ത് വില കൊടുത്തും മാക്സിമം ഏതറ്റം വരെയും പുറകെ പോയി അവർക്ക് വേണ്ടി താങ്ങാൻ നിൽക്കും. ഈവൻ എന്ത് വിഷയം ഉണ്ടായാലും, പെണ്ണ് കേസായിക്കോട്ടെ, അല്ലാത്ത കേസായിക്കോട്ടെ, വെട്ടുകേസായിക്കോട്ടെ, കൊലക്കേസായിക്കോട്ടെ, എന്ത് കേസായാലും പാർട്ടി ഏതറ്റം വരെയും പോയി അതിനെ പ്രതിരോധിക്കും. ഈ നാറിയ പാർട്ടി ഒരുത്തം പോലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഓരോ ചെയ്തികൾക്കും, നല്ലതായാലും മോശമായാലും. എന്ന് പറഞ്ഞ് എല്ലാ മോശത്തിനെയും സപ്പോർട്ട് ചെയ്യണമെന്നല്ല. പക്ഷെ മനുഷ്യനാണ്, ബലഹീനതകളുണ്ടാവും, വീഴ്ചകളുണ്ടാവും. ആ വീഴ്ചയിൽ ചേർത്ത് പിടിച്ചില്ലെങ്കിലും കാർക്കിച്ച് തുപ്പായിരുന്നു കൂടെ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഇതാണെന്ന് ഇനിയെങ്കിലും നേതാക്കൾ മനസ്സിലാക്കുക. തീക്കോയിക്കാരൻ സ്റ്റാൻലി ജോസഫ് എന്ന തീവ്ര കോൺഗ്രസുകാരൻ പറയുന്നത് കൂടി ഇനി കേൾക്കുക. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ എന്ന് പറയുന്നവർ മുഴുവൻ ശരിക്കും പറയും ഇവരേത് സ്വപ്നലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്നലെ മാത്യു കുഴൽനാടൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വായിച്ച് ഞെട്ടിപ്പോയി. ഇയാളത് ചെയ്യാവോ? ഇയാൾ പറഞ്ഞത് ഇവിടുത്തെ യുവാക്കള് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊമോട്ട് ചെയ്തവര്, ഇവരെയൊക്കെയാണ് അയാൾ വിമർശിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാളെ ഇന്നലെ വിളിക്കാനായിട്ട് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞ അയാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരിപാടിയിലായിരിക്കും, വിളിച്ചിട്ട് കാര്യമില്ല, വിളിക്കാനുള്ളതാന്ന് വെച്ചു. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയ ആൾക്കാർ മുഴുവൻ ഞരമ്പ് രോഗികളാണ്, അല്ലെങ്കിൽ ക്ഷണിക പോരാളികളാണ്, സെലിബ്രിറ്റി പ്രൊമോട്ടേഴ്സ് ആണെന്ന് പറയുമ്പം ഇയാളെ പ്രൊമോട്ട് ചെയ്ത ആരാണ്? ഇയാളെ അവർ ആഘോഷമാക്കിയിട്ടില്ലേ? ഇയാളത് മനസ്സിലാക്കണ്ടേ? ഇവര് മനസ്സിലാക്കണ്ടേ? ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പം അത് വലിയ സംഭവമായിട്ട് ഇവർ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഞങ്ങൾ പരാതിയില്ലായിട്ട് പുറത്താക്കി, ഞങ്ങള് പെർമനന്റ് ആയിട്ട് പുറത്താക്കി, ഒരു പേരില്ലാത്ത പരാതി കിട്ടിയപ്പോഴേ പുറത്താക്കി. പിന്നെ മുകേഷ്, ശശി, ഈ 4 കേസേ ഇവർക്ക് പറയാനുള്ളൂ. ഇത് തന്നെ അണികളും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇവര് മനസ്സിലാക്കണം, അവരുടെ നേതാക്കന്മാര് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നവന്മാർക്ക് അവരെ കൊലപാതകികളാണ്, കോടതി ശിക്ഷിച്ചവരാണ്. അവരെ അവർ കൈവിട്ടില്ല. അവർക്ക് പരോളിൽ ആഡംബരവും അവരെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുക, ജയിലിൽ സുഖവാസവും അവരെ പരിചരിക്കാൻ പോലീസുകാരെയും വെച്ചു കൊടുത്തിരിക്കുക. അവർക്ക് ഇവരുടെ ക്രിമിനലുകൾക്കെല്ലാം വേണ്ടിയിട്ട് കേസ് നടത്തുന്നവരാണ്. ഇവരുടെ പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ളവർ മാത്രം പങ്കെടുത്ത എത്ര ബലാത്സംഗ പെണ്ണുകേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നൊന്ന് നോക്കാം. അതിനകത്തുപെട്ട ഏതെങ്കിലും ഒരു പ്രതിയെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ കോടതി ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ?
തിരുവല്ലയിലെ ഏറ്റവും വലിയ പെണ്ണുപിടുത്തക്കാരനുണ്ട്, ഒരു പാർട്ടി ഭാരവാഹിയായിരുന്നു. അവന് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ സ്റ്റേറ്റ് പദവിയോ ജില്ലാ പദവിയോ കൊടുത്ത് പിണറായി വിജയൻ നേരിട്ട് ഷാളിട്ട ആദരിച്ചത്. അത് അവരുടെ പാർട്ടിയുടെ ഭാഗമാണേ. അവര് പാർട്ടിയുടെ ഓഫറാണ്, അവർ പാർട്ടി ചേരുവാണെന്നതിന് ഇന്ന സൗകര്യങ്ങൾ കൊടുത്തേക്കാന്ന്. അപ്പൊ അത് ആസ്വദിച്ചവനെ അവർ പാർട്ടി കൈവിടുകയല്ല. പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന, പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞു നിന്നിരിക്കുന്ന ഒരു പ്രവർത്തകനെയും പാർട്ടി ആത്യന്തികമായിട്ട് കൈവിടുകയല്ല. അതാണ് ആ സന്ദേശം. ഇവിടുത്തെ ഏതെങ്കിലും ചാനലുകാർക്ക് അതിനകത്ത് വിഷമമുണ്ടോ? പത്രക്കാർക്ക് വിഷമമുണ്ടോ? സോഷ്യൽ മീഡിയക്കാർക്ക് വിഷമമുണ്ടോ? ഇല്ല. ഇവര് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഹിതം പറഞ്ഞു. ഈ അഭിഹിത കഥകൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മളൊക്കെ വിശ്വസിച്ചു പോയി. പക്ഷെ ഈ കഥകൾ ഓരോന്നും വരുമ്പോൾ നമുക്ക് ഒരു അവിശ്വാസതയുണ്ട്. ഇത്രയും ഏതായാലും അവൻ ചെയ്യുകയാണെന്ന്, ഇത് ചാനലുകാർ പറഞ്ഞതായതുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതിൽ 90% സാങ്കല്പിക കഥകളാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും വികാരം വന്നപ്പോഴും മീഡിയ വികാരം തണുപ്പിക്കുക എന്നുള്ളത് ഒരാവശ്യമാണ്. അതിലൊരു നടപടിയൊക്കെ പ്രഖ്യാപിച്ചിട്ട് പിന്നെ വരുന്ന ചോദ്യങ്ങളെ ഈ യുവാക്കളെ കൊണ്ട് തന്നെ ചാനലുകാരെ കൈകാര്യം ചെയ്ത്, അവന്റെ പാലക്കാട് രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം വന്നപ്പം തീരുമാനമായല്ലോ. അവിടെയുള്ള ആൾക്കാർ ചോദിച്ചില്ല, നിങ്ങൾക്ക് വേറെ ചോദിക്കാനില്ലെന്ന് ചോദിച്ചില്ലേ? അതുപോലെ പത്രമെടുത്ത് ഇടപെട്ട തീരേണ്ട വിഷയമായിരുന്നത്. ഇവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇവർ അത് യൂത്ത് കോൺഗ്രസ്സുകാരെന്തിനാ നീ ഈ പരിപാടി ചെയ്യുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സംവിധാനം ഉദിച്ചു വന്നതോടെ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. അതുമുതൽ യുവാക്കള് കോൺഗ്രസ് പാർട്ടിയിൽ വന്നു, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നടന്നു. നേരത്തെ ഇവരോർക്കണം, ഈ കഴിഞ്ഞ 40 വർഷവും ഈ പറഞ്ഞ മീഡിയയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചു ചേർന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇലക്ഷനെ നേരിട്ട് വന്നിരുന്നത്. കോൺഗ്രസ് പാർട്ടി ഇല്ലെന്നായി ചെയ്തു. എന്നിട്ട് അവര് ഓരോ ഇലക്ഷൻ കാലത്ത് ഓരോ സംവിധാനങ്ങൾ അവരുണ്ടായിക്കൊണ്ടുവന്നു. അതിനകത്തെല്ലാം കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലാകുകയും കോൺഗ്രസ് പാർട്ടി ഈ പ്രതിരോധങ്ങൾ വിശ്വസിച്ചിട്ട് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു, കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അനുഭവിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ. എന്നിട്ട് ഇപ്പൊ ഈ ചാനലുകാരെ കണ്ടിട്ടാണോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ യുവാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നു? അടുത്തേറെ ആരാ? ഷാഫിയാണ്. രാഹുൽ മാങ്കൂട്ടം അടുത്ത നിയമസഭ ഇലക്ഷന് വെച്ചിരുന്ന ഐറ്റമാണ്. പക്ഷെ അതിപ്പം അഡ്വാൻസ് ആയിട്ട് വിവരിപ്പിച്ചു. ഇപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ഏര എന്ന് പറയുന്നത് ഷാഫിയാണ്. ഷാഫിക്കെതിരായിട്ടുള്ള കഥകൾ ഇപ്പൊ കനകമാണോ കാമിനിയാണോ എന്നറിയത്തില്ല. അവര് കഥ ഉണ്ടാക്കി കഴിഞ്ഞു, അവരത് സ്ക്രിപ്റ്റ് ചെയ്തു. അവരിപ്പോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സിനിമ ഈ മീഡിയ ചാനലുകളിൽ വന്നിരിക്കുന്ന ബൈറ്റുകളും അവരുടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് കഥകൾ ഇപ്പം മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത ദിവസം അതിന്റെ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പൊ ഇവർ ഷാഫിയും പുറത്താക്കുവോ? കുഴൽനാടന്റെ അവര് ഒരു ടെസ്റ്റ് ഡോസ് എറിഞ്ഞു. അതിനകത്ത് അത് ടെസ്റ്റാ. അത് കുഴൽനാടൻ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ ഒഴിഞ്ഞു മാറും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അവർ കൊടുത്തതാ. ഉറുമ്പടക്കം പൊട്ടുന്ന അവർ പുറകെ വരും. പുള്ളി ബാധിച്ച കേസുകളെല്ലാം എടുത്തോണ്ടിരിക്കുകയായിരിക്കും ഇവരെ. അവർക്ക് അതുമാത്രം സംവിധാനങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ വരുമ്പം ഇവരെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ സ്വാഗതം വീക്ഷിക്കുന്നത് ഈ നേതാക്കന്മാരൊക്കെ നടത്തുന്ന നിയമസഭാ പ്രസംഗവും പത്രസമ്മേളനം കണ്ടിട്ടാണോ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിന്റെ രാഷ്ട്രീയം, നേതാക്കന്മാരുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ? അത് എത്തിക്കണമെങ്കിൽ യുവാക്കൾ വേണ്ടേ? യുവാക്കൾക്ക് അതിനുള്ള ഏക ആയുധം സോഷ്യൽ മീഡിയ അല്ലേ? അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലേ ഒരു കൺവേ ചെയ്യുന്നത്? അല്ലാണ്ട് എല്ലാവരുടെയും ചാനലിൽ പോയി പ്രസ്താവന ഇറക്കാൻ പറ്റിയല്ലോ. ചാനലുകാര് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രൊമോഷൻ മാത്രമല്ലേ നടത്തുള്ളൂ. കഴിഞ്ഞ പ്രളയകാലത്ത് അതുപോലെ കോവിഡ് കാലത്ത് അവര് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തിച്ചായിരുന്നല്ലോ. അത് എന്തെങ്കിലും വാർത്ത വന്നു? പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം ലൈവ് കാണിക്കും. അത് കഴിഞ്ഞ് പിന്നെ പിണറായി വിജയൻ അതിനെ വരുന്ന വിമർശനമാണ് പിന്നെ വാർത്ത വരാറുള്ളൂ അല്ലേ? പരിഹാസങ്ങളും. ആ പരിഹാസങ്ങൾ കോൺഗ്രസ്സുകാരും ഏറ്റെടുത്ത് നടന്നു. ചെന്നിത്തല കൊള്ളുകയില്ലാത്തതാണെന്ന് പറഞ്ഞു, ഉസ്മാനാണ് RSSകാരനാണെന്ന് പറഞ്ഞ് ഇവര് തന്നെ അത് നടന്നു. അവര് പ്രയോഗിച്ചു, ഇവര് പ്രയോഗിച്ചു. ബാക്കി സംഭവിച്ചത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രൊമോഷനായിരുന്നു 260 വീഡിയോയാണ് പിണറായി വിജയൻ ചെയ്തത്. അതിനെക്കുറിച്ച് 260 ദിവസം 24 മണിക്കൂറും ചർച്ച ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഒരുക്കുന്ന കരുതല്, കുരങ്ങിന് ഭക്ഷണം കൊടുക്കുന്നു, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, തെരുവുപട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ചാനലുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഇങ്ങനെ ലൈവായിട്ട് ചെയ്തോണ്ടിരിക്കുക. അതിഥികൾക്കും തെരുവുപട്ടികൾക്കും കിറ്റും എല്ലാം അവർ ലൈവായിട്ട് കൊടുത്തോണ്ടിരുന്നു. ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ വാർത്തകൾ അവർ ഗില്ലറ്റ് ചെയ്തു. പ്രതിപക്ഷത്തിന്റെ അത് സ്വാഭാവികമായി ഒരു ഭരിക്കുന്നവർക്കൊരു എഡ്ജ് കിട്ടുക സ്വാഭാവികമല്ലേ എന്നായിരുന്നു അന്ന് അവതാരകർ ചോദിക്കുന്നത്.
അവർക്ക് എഡ്ജ് കൊടുത്തു, ഭരിക്കുന്നവർ എഡ്ജ് കൊടുത്തു. എന്തിനാ പ്രതിപക്ഷത്തിന്റെ വാർത്തകൾ ഗില്ലറ്റ് ചെയ്യുന്നത്? ഈ പ്രതിപക്ഷത്തുണ്ടായിരുന്നവരല്ലേ ചുമ്മായിരിക്കുമല്ലായിരുന്നല്ലോ, അവരും പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലായിരുന്നു ഇല്ലേ? അപ്പം അത് മുഴുവൻ ഗില്ലറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഇവർ ഇതിന് പ്രൊമോഷൻ കൊടുത്തത്. അപ്പൊ ഇത് കാശുമെടുത്ത് ചെയ്തതല്ലേ, അവരുടെ അജണ്ടയുടെ ഭാഗം, അവരുടെ രാഷ്ട്രീയമല്ലേ അവരവിടെ പ്രകടിപ്പിച്ചത്. ഈ ചാനലുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഭരണം പിടിക്കാമെന്നാണോ ഈ നേതാക്കന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഉന്നത നേതാക്കന്മാർ ഇവിടെ യുവാക്കൾ ഇനി മിണ്ടരുത്, സോഷ്യൽ മീഡിയ നമുക്ക് വേണ്ട, അവർ ഞരമ്പ് രോഗികളാണ്, അവര് വെട്ടിക്കിളിക്കൂട്ടമാണ്, അവര് സെലിബ്രിറ്റി പ്രൊമോട്ടറേഴ്സാണ്, ക്ഷണിക പോരാളികളാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് അതിനുള്ള പകരം സംവിധാനം എന്തെങ്കിലും പാർട്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ഇവരുടെ പ്രസംഗങ്ങളും ഇവരുടെ രാഷ്ട്രീയവും പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന ക്രൂരതകളും, ഫിനാൻഷ്യൽ ക്രൂരത, സാമ്പത്തിക ആക്രമണങ്ങൾ, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നികുതി ഒരു UDF ഗവൺമെന്റ് ഏർപ്പാട് ചെയ്തായിരുന്നെങ്കിൽ അത് നടപ്പാക്കാൻ പറ്റുമായിരുന്നു. അതിന് മാത്രം ക്രൂരമായ പിരിവുകൾ ഇവർ നമ്മുടെ അടുക്കലേൽപ്പിച്ചിട്ട് ഇപ്പൊ അതിന്റെ കുടിക്കുന്ന വെള്ളത്തിന് നികുതി കൊടുക്കണം, കിണറ്റിക്കിടക്കുന്ന കാർന്നമാര് കുത്തി കിണറ്റിക്കിടക്കുന്ന വെള്ളം കോരിയെടുക്കുന്നതിന് നികുതി കൊടുക്കേണ്ടി വരുന്ന ലോകത്തിലെ ഏക ജനതയായിട്ട് മാറുക കേരളത്തിലെ ജനങ്ങൾ. അതിന് 2 വാട്ടർ ടാങ്ക് വേണമെന്നൊരു നിബന്ധനയും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നും മനസ്സിലാകുന്നില്ല. അതുപോലത്തെ ക്രൂരതകൾ വരുമ്പം അത് ജനങ്ങളുടെ അടുക്കൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഇന്നലെ ഇവര് മനസ്സിലാക്കണം ഈ ചാനലുകാരുടെ വില എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ലൈവായിട്ട് അവിടെ റോഡ് ഇടിഞ്ഞു വീണെടുത്ത് ചെന്നപ്പം പ്രതികരണം എടുക്കാൻ ചെന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചാനലിൽ നിന്നുള്ള ആളാണ്. അവിടെ ഒരു കാർന്നവർ അടിച്ചോടിച്ചു, നീ പൊടാടുന്നത്, ഞങ്ങൾ ഷാജിസ്കരിയെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഷാജിസ്കരിയോട് പറഞ്ഞോളാം, നിങ്ങളുടെ വാർത്തകൾ വേണ്ട. കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ അവർക്ക് വിശ്വാസമില്ല. അവര് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല എന്നാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇവരും മനസ്സിലാക്കണം, കോൺഗ്രസിന്റെ നേതാക്കളും മനസ്സിലാക്കണം, വാർത്താ ചാനലുകളും മനസ്സിലാക്കണം അവർക്ക് ജനം കൊടുത്തിരിക്കുന്ന വില എന്താണെന്ന്. കേരളത്തിൽ ഒരിടത്തും വാർത്താ മാധ്യമങ്ങൾ, വാർത്താ ചാനലുകൾ വെക്കാറില്ല. വാർത്താ ചാനലുകളിലെ വാർത്തകൾ ഒരു വീട്ടിലും വെക്കാറില്ല. അതിനകത്ത് മുഴുവൻ അശ്ലീല പ്രചരണങ്ങളാണ് വരുന്നത്. ഈ അശ്ലീലങ്ങൾ മുഴുവൻ വരുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങള് ചാനൽ ഓഫ് ചെയ്തിരിക്കുക. അപ്പൊ കാരണവരാണ് ചോദിച്ചത്, ഇതിനകത്ത് ഈ അപകടങ്ങളുടെയൊക്കെ ഗ്രാഫ് ഇടുകയല്ലേ, അതുപോലെ ഇവന്മാർ AI വല്ല വീഡിയോയും ഉണ്ടാക്കിയിട്ടാ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴേ പെണ്ണവതാരകരാണ് നിന്നുകൊണ്ട് ഈ അഭിഹിതങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖ അത് ആ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിപരമായ സാധനമാണ്. അത് കേസാകുവാണെങ്കിൽ അത് അവര് വ്യക്തികൾ തമ്മിലുള്ള ക്രിമിനൽ കേസോ സിവിൽ കേസോ ആകേണ്ട കേസാണ്. അതെന്താണ് ചാനലുകാർ ശബ്ദരേഖയായിട്ട് പ്രക്ഷേപണം ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതും ആ പെൺകുട്ടിയെ നശിപ്പിച്ചതും അവരെ ദ്രോഹിച്ചതും ഈ ചാനലുകാരല്ലേ. ഈ ശബ്ദരേഖ പുറപ്പെടുവിച്ച് പബ്ലിഷ് ചെയ്തത് വഴിയാണ് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവരുടെ ഇന്റിമേറ്റ് ഏരിയയിൽ വെളിപ്പെട്ടത്. അതിനുശേഷം ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഡിബേറ്ററെ കൊണ്ട് അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസും വിവാഹ തീയതിയും പബ്ലിഷ് ചെയ്യുന്ന ഒരു ചാനൽ അവതാരകന് ഇവർക്കിന്നുമെതിരെ കേസെടുക്കണ്ടേ? എന്നിട്ട് രാഹുൽ ഈശ്വറിനെ പിടിച്ച് അകത്താക്കിയിട്ടിരിക്കുക. ഈ രാഹുൽ ഈശ്വറിനെ അകത്താക്കിയ ജഡ്ജി സ്വമേധയാ കേസെടുത്ത് ഈ ചാനൽ അവതാരകർക്കെതിരെ അറസ്റ്റ് ചെയ്യിക്കണം, ഇവർക്കെങ്കിലും ജാമ്യം കൊടുക്കണം. ഇതല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഈ ചാനലുകാരുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. അവർ അറപ്പോടെയാണ് കാണുന്നത്. ഒരു ചാനൽ പ്രവർത്തകരുടെ തല്ല് കിട്ടിയെന്ന് പറഞ്ഞിരുന്ന ജനങ്ങൾ ആഘോഷിക്കുക. എന്തുകൊണ്ടാ? ഈ വർഗം ഇതായതുകൊണ്ട്. ഇവരുടെ ചാനൽ വാർത്തകൾ ആരും കാണുന്നില്ല. ഇവരുടെ ചാനൽ വാർത്തകൾ ലൈവായിട്ട് ആരും കാണുന്നില്ലാത്തതുകൊണ്ട് ഇവർ സ്ക്രിപ്റ്റ് ചെയ്ത് ഈ സാധനം കട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ടിരിക്കുക, യൂട്യൂബിലിട്ടിരിക്കുക. യൂട്യൂബിലാണ് ഇവരുടെ വാർത്തകളും ചർച്ചകളും ജനങ്ങൾ കാണുന്നത്. അത് കുറെ കമ്മ്യൂണിസ്റ്റുകാരും കാണും, കോൺഗ്രസ്സുകാരും കാണും. അല്ലാണ്ട് ലൈവായിട്ട് ആരും ഇത് കാണുന്നില്ല. ലൈവായിട്ട് വീടുകളിൽ ഇപ്പൊ TV ഓണാക്കാൻ പറ്റില്ല. സഫാരി TVയും സ്റ്റാർ സിംഗറും ഒരു ചിരിയും മാത്രമേ ഉള്ളൂ. അത് ഇപ്പം മിക്കവാറും ഉള്ളവരെല്ലാം ഈ സ്മാർട്ട് TVയിൽ നെറ്റിലെടുത്ത് കാണിക്കുക ചെയ്യുന്നത്. ലൈവില്ല. ലൈവ് TV ഓണാക്കത്തില്ല. ഓണാക്കി അന്നേരം റിപ്പോർട്ടർ പൊങ്ങി വരും. അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവരുടെ വാർത്ത ഇത് നശിച്ചുപോയി എന്നുള്ളതിന്റെ തെളിവാണ്, ഒന്നാം തരം തെളിവാണ് ഇന്നലെ പറഞ്ഞത്. ഞങ്ങൾ ഷാൻസ്കരയെ വിളിച്ച് പറഞ്ഞോളാം, നിങ്ങളുടെ വാർത്ത വേണ്ടാന്ന്. കാരണം ഇവരുടെ വാർത്ത ആരും കാണാറില്ല. പിന്നെ എന്തിനും ഇവരോട് പ്രതികരണം നടത്തണം. ഈ ചാനലുകാരും മനസ്സിലാക്കിക്കണം. ഈ ചാനലുകാർ മനസ്സിലാക്കാതിരിക്കട്ടെ. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കൾ മനസ്സിലാക്കണം, ഈ ചാനലുകാർക്കൂടെ രാഷ്ട്രീയം പറഞ്ഞ് ഇലക്ഷൻ ജയിക്കാമെന്ന് ഇവർ വിചാരിച്ചേക്കരുത്. ഇവരുടെ യുവാക്കളായിട്ടുള്ള നേതാക്കന്മാരെ ഇപ്പം അവരുടെ ഏറ്റവും വലിയ ശത്രു മാങ്കൂട്ടമായിരുന്നു. മാങ്കൂട്ടത്തിനെ തീർന്നു, ഇവരും തീർത്തു. ഷാഫിയാണ് അടുത്തത്. ഷാഫിയുടെ ഉടനെ വരും. അതിനുശേഷം കുഴൽനാടനെ
കൂട്ടി വരാമെന്നാണ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിഷ്ണുനാഥ് വരും. ഇവരുടെ ഓരോ നേതാക്കന്മാരെയും ഈ ചാനലുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ചേർന്ന് അഭിഹിതം പ്രചരിപ്പിച്ച് കേസിൽപ്പെടുത്തി ഇല്ലെന്നാക്കും. അപ്പൊ ഇവര് കഴിഞ്ഞിട്ട് ഈ നൂറ്റാണ്ട് തീരുന്നതുവരെ ഈ മുതിർന്ന കളവന്മാര് പാർട്ടിയെ നയിച്ച് അധികാരമൊക്കെ പിടിച്ച് മുന്നോട്ട് പോകുമായിരിക്കുമല്ലോ, അല്ലേ? ഇവരിതൊക്കെ മനസ്സിലാക്കി പെരുമാറിയാൽ ഇവരുടെ അണികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവർക്കുണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പോരാടിയത്. അയാൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെയും ചാനലുകളുടെയും ശത്രുവായത്. അതുകൊണ്ടാണ് അയാൾ ആക്രമിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത്, ദുരന്തം മുഴുവൻ അനുഭവിക്കുന്നത്. അയാളെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കേണ്ട ആവശ്യം ഇവർക്കുണ്ട്. മുകേഷിനെ അവർ രാഷ്ട്രീയമായിട്ട് സംരക്ഷിക്കുന്നില്ലേ? തീവ്രത കളന്നിട്ട് പി ശശിയെ സംരക്ഷിക്കുന്നില്ലേ? അവരുടെ ഞാൻ പറഞ്ഞല്ലോ, ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് സെക്രട്ടറി വരെ പദവി വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിണറായി വിജയന്റെ പോലീസ് കേസെടുത്ത മുഴുവൻ ആൾക്കാരെ അവർ സംരക്ഷിക്കുന്നില്ലേ? ഈ ചാനലുകാർക്ക് ഒരു വിഷമമില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു കൈകൊണ്ട് ഇവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ മറുകയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ സന്തോഷം തോന്നിയൊരു കാര്യം, മലപ്പുറത്തെ ജില്ലാ പ്രസിഡന്റ് ജോയിയുടെ അടുക്കൽ ഒരു ചാനലുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ബൈറ്റ് എടുക്കാൻ ചെന്നു. പക്ഷെ അവൻ വളരെ മാന്യമായിട്ട് മാത്യു കുഴൽനാടനും ആ ബൈറ്റ് ഒന്ന് കാണണം. അയാൾ പറഞ്ഞു, എനിക്ക് വേദനയുണ്ട്, എന്റെ കൂടെ നിന്ന് എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിയവനായിരുന്നു, ഞങ്ങളുടെ ചങ്കായിരുന്നു. അവനിപ്പോൾ വന്നിരിക്കുന്ന ദുരന്തത്തിൽ എനിക്ക് വിഷമമുണ്ട്. അവന് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അഗ്നിശക്തി വരുത്തി അവന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി അവൻ വീണ്ടും വരും എന്നാണ് എന്റെ പ്രതീക്ഷ. അതെ, കേരളത്തിലെ കോൺഗ്രസുകാരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ജനാധിപത്യ വിശ്വാസികളും മാന്യന്മാരും പ്രതീക്ഷിക്കുന്നത് അതാണ്. അവൻ തിരിച്ചു വരും എന്നാണ്. പക്ഷെ തിരിച്ചു വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് ജനങ്ങളാൽ വെറുക്കപ്പെട്ട് ത്യജിക്കപ്പെടും. അതുണ്ടാകാതിരുന്നാൽ അവർക്ക് കൊള്ളാം. അവരുടെ വേണ്ടി ഞാൻ പറയുന്നു, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KPCC പ്രസിഡന്റ് പോയി കാണണം. മലപ്പുറം DCC പ്രസിഡന്റ് ഇന്നലെ മീഡിയ വൺ ചാനൽ പ്രവർത്തനം കൊടുത്ത ബൈറ്റ് പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനെന്ന് കാണണം. ഇതായിരുന്നു കുഴൽനാടന്റെയും വായിൽ നിന്ന് വരേണ്ടത്, ഓരോ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വരേണ്ട പ്രസ്താവന.